നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ താമര ചിഹ്നത്തോടുള്ള ജനങ്ങളുടെ മനോഭാവം മാറിയെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവും മുൻ കെ.പി.സി.സി പ്രസിഡന്റുമായ കെ മുരളീധരൻ രംഗത്ത്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം സിനിമാ താരമായതുകൊണ്ടാണ് എന്ന് കോൺഗ്രസുകാർ പറഞ്ഞു നടക്കുന്നത് വെറും സ്വയം സമാധാനിക്കൽ മാത്രമാണ് എന്നും അങ്ങനെയല്ല കേരളം ചിന്തിക്കുന്നതെന്നും മുരളീധരൻ തുറന്നു പറഞ്ഞു. കേരളത്തിന് ബി.ജെ.പിയുടെ താമര ചിഹ്നത്തോടുള്ള മനോഭാവം മാറിയെന്നും ഒരു മതവിഭാഗത്തിലുള്ളവർ ഒഴികെ ബാക്കി എല്ലാവരും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം ഒരു 4 മാസം മുൻപേ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നുവെങ്കിൽ കളി മാറിയേനെ എന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻ വിജയം കരസ്ഥമാക്കിയിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല എന്നത് മുരളീധരൻ തുറന്നു പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയുന്നത് കൊണ്ടാണ് വയനാട്ടിൽ പാർട്ടി യോഗം ചേർന്നതും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ മുരളീധരൻ പങ്കെടുത്തിരുന്നില്ല. ഈ ക്യാമ്പിൽ ഉണ്ടാവില്ല എന്ന് താൻ നേരത്തെ അറിയിച്ചതാണ് എന്നും വ്യക്തമാക്കിയ മുരളീധരൻ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്നും തുറന്നു പറഞ്ഞു. ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. തനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹം താൻ തദ്ദേശ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞു. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഇതിനു പുറകിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ തുടർന്ന് കാര്യങ്ങൾ പഠിക്കാൻ കോൺഗ്രസ് ഒരു സമിതിയെ വെക്കുകയും മുരളീധരന്റെ പരാജയത്തിൽ പല മുതിർന്ന നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിലാണ് വടകരയിൽ സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് വന്നതുമായുണ്ടായ ജനവികാരത്തെ കുറയ്ക്കാൻ എന്ന ഉദ്ദേശമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. കെ കരുണാകരന് വൈകാരികമായ ബന്ധമുള്ള പ്രദേശമാണ് തൃശൂർ. എന്നാൽ സ്വാധീനം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉള്ള കോൺഗ്രസ് വോട്ട് പോലും കിട്ടിയില്ല എന്നതാണ് ഫലത്തിൽ വന്നത്. പരാജയത്തിനെ തുടർന്ന് ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താൻ ഇല്ല എന്ന് മുരളീധരൻ തുടർന്നടിച്ചിരുന്നു. ലോക്സഭാ പരാജയത്തിന് ശേഷം തുടർച്ചയായി ബി.ജെ.പിയെ അംഗീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾക്കായി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കെ മുരളീധരന്റെ സഹോദരിയും കോൺഗ്രസ് പ്രവർത്തകയുമായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഉപാധികളൊന്നുമില്ലാതെ തന്നെയാണ് ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് വ്യക്തമാക്കി പത്മജ. ബി.ജെ.പിയെ കുറിച്ച് അയാൾക്ക് വെറുതെ തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നും ഇപ്പോഴത്തെ തനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നുണ്ട് എന്നും തുറന്നു പറഞ്ഞിരുന്നു.